വർഷത്തെ റിസൾട്ട് നമുക്ക് പറയാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മുടെ ഭരണപക്ഷവും പ്രതിപക്ഷവും രണ്ടും ഉണ്ടല്ലോ. അപ്പം ഈ ഭരണം വിലയിരുത്തിയും പിന്നെ ഈ ഇടയ്ക്ക് വെച്ച് ഇപ്പം BJPയുടെ ഇപ്പോൾ കൗൺസിലിംഗ് ഇത് വന്നപ്പോഴത്തേക്കും ട്രിവാൻഡ്രം BJPക്ക് ഒപ്പമായിരുന്നല്ലോ. അപ്പോൾ മാറിയും മറിഞ്ഞും വരാം. തുടർഭരണം വരാൻ ചാൻസ് ഉണ്ടോ? സാധ്യത കുറവാണ്, പറയാൻ പറ്റത്തില്ല. കാരണം UDF ഭിന്നതകളുണ്ടല്ലോ, അതുണ്ട്, അതൊരു ഇതാണ്. പിന്നെ ഇപ്പോഴത്തെ LDFൻ്റെ ഭരണം അത്ര ഇതല്ല, അത് സാധ്യതയുണ്ട്. അപ്പോൾ ശരിക്കും ഒരു BJPക്ക് ഒരു നല്ല മുന്നേറ്റം തുടരുന്നുണ്ടോ? ചെറിയൊരു നല്ലൊരു മുൻതൂക്കം ഉണ്ടാകാൻ സാധ്യത കുറവാണ്. കാരണം ഇവർ രണ്ടുപേരും നിൽക്കുന്നതുകൊണ്ട്. അതാണ് ഭൂരിപക്ഷം ആർക്ക് കിട്ടും അവർക്കൊപ്പം മത്സരമാണ്. ഒന്നും പറയാൻ പറ്റാത്ത മത്സരമാണ്. ശരിക്കും തുടർഭരണം വരാൻ ചാൻസ് ഉണ്ടോ? തുടർഭരണം വരാനും ചാൻസ് ഉണ്ട്, മാറി വരാനും ചാൻസ് ഉണ്ട്. അപ്പം അത് UDF വരെ അങ്ങനെ പറയും, LDF മാറ്റി പറയും, അത് സ്വാഭാവികമാണ്. ആരും അഭിപ്രായം പറയുന്നില്ല BJP. കേരളം മൊത്തം പിടിക്കാൻ പറ്റില്ല. തിരുവനന്തപുരം പിടിച്ചു, അതിന് എന്തെങ്കിലും കാരണം ഉണ്ടാകാം തിരുവനന്തപുരം പിടിച്ചത്. പക്ഷേ അതുപോലെ കേരളം പിടിക്കാൻ പറ്റില്ലല്ലോ. ചേട്ടൻ്റെ ഒരു അഭിപ്രായത്തിൽ ആർക്കാണ് ഒരു സ്ഥാനം ഈ കേരളം? ഇല്ല, ഞാൻ കണക്കെടുക്കുന്ന കോർപ്പറേഷൻ അതിൻ്റെ വിജയം നോക്കിയിട്ട് UDFന് ചാൻസ് എന്ന് പറയുന്നു, അല്ലാതൊന്നും പറയാൻ പറ്റില്ല.